Welcome to Exandro, the naked truth of the world. കേരള ഇലക്ഷൻ 2026 നിയമം നിയോജകമണ്ഡലം ആര് ഭരിക്കും? 3 അതിശക്തരായ സ്ഥാനാർത്ഥികൾ. നിയമത്ത് ആര് ഭരിക്കും ഇത്തവണ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എന്താകും അവിടുത്തെ അവസ്ഥ? പോളിംഗ് ബൂത്തുകൾ 209 1,71,178 വോട്ടേഴ്സ്. അതിനകത്ത് 88,504 സ്ത്രീജനങ്ങളും 82,666 പുരുഷ വോട്ടേഴ്സും അടങ്ങിയിരിക്കുന്ന വോട്ടിംഗ് മണ്ഡലം. 48% പുരുഷന്മാരും 52% സ്ത്രീജനങ്ങളും. ആർക്കായിരിക്കും ഇത്തവണ അനുകൂലമായിരിക്കുന്നത്? കാൻഡിഡേറ്റ്സിനെ നമുക്ക് നോക്കാം. രാജീവ് ചന്ദ്രശേഖർ BJPക്ക് മത്സരിക്കുന്നു. NDA സ്ഥാനാർത്ഥി, ശക്തനായ സ്ഥാനാർത്ഥി. AAPക്ക് വേണ്ടിയിട്ട് VK തോന്നുന്നില്ല ശക്തമാണെന്ന്. KS ശബരിനാഥ് UDFിൻ്റെ സ്ഥാനാർത്ഥി. അതേപോലെ LDFിൻ്റെ സിറ്റിംഗ് MLA ആണ് V ശിവൻകുട്ടി. മന്ത്രിയും കൂടെയാണ്. 3 പേരും അതിശക്തരായ സ്ഥാനാർത്ഥികൾ. ഇത് കൂടാതെ കുറച്ച് ഇൻഡിപെൻഡന്റ് ആൾക്കാരുണ്ട്. കരൺ പ്രസാദ് SUCക്ക് വേണ്ടിയിട്ടും സുബി SM TFIPക്ക് വേണ്ടിയിട്ടും. അതേപോലെ വേറെ 2-3 പേരും കൂടെ മത്സരിക്കുന്നു. അവരൊക്കെ ഇൻഡിപെൻഡന്റ് ആണ്. അവരൊക്കെ കാര്യമായ പ്രയോജനം അവിടെ വരുത്തുമോ എന്നുള്ളത് നോക്കിക്കാണാം. ഈവൻ ചെറിയ വോട്ടുകൾ പിടിച്ചാൽ തന്നെ അതിശക്തമായ ത്രികോണ മത്സരം നേരിടുന്ന സ്ഥലത്ത് അതേ പ്രകാരം ബാധിക്കും എന്നുള്ളത് നാം കണ്ടറിയേണ്ടതാണ്. ഇനി 3 പേരും അതിശക്തരാണ്. ശക്തമായ നിയോജകമണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളിലെ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ 2011 ഇലക്ഷനിൽ CPI 6,415 വോട്ടുകൾക്ക് ജയിച്ചു. 2016 BJP 2,671 വോട്ടുകൾക്കാണ് വിജയിച്ചത്. 2021 CPM 3,949 വോട്ടുകൾക്ക് വിജയിച്ചു. ഇവിടുത്തെ ഒരു മാർജിൻ, ഒരു ശതമാനക്കണക്ക് നമുക്ക് നോക്കാം. 43% നേടിയാണ് 2011 2016 ആ ശതമാനം 41.8 കുറഞ്ഞു. UDF നല്ല തോതിൽ 2011-2016 കുറവ് സംഭവിച്ചു. പക്ഷേ 2021 നോക്കുമ്പോൾ LDF അത് 38.4% കുറഞ്ഞു വന്നപ്പോൾ UDF 25.1% ഉയർന്നു. BJP 2011 30.5 നിന്ന് 2016 അവിടെ വിജയിക്കുമ്പോൾ 47.8% നേടി. പക്ഷേ 2021 വന്നപ്പോൾ അത് 35.7% കുറഞ്ഞു. എങ്കിൽ തന്നെയും 2026 അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ നേമത്ത് 2021 71.33% കിട്ടിയേ. പക്ഷെ 2026 അത് 86% വന്നു. നേമം നിയോജക മണ്ഡലം എക്സാൻഡ്രോയുടെ കണക്ക് പ്രകാരം ഈ തവണ BJP ഭരിക്കും. BJP ആ നിയമം നിയോജക മണ്ഡലം വിജയിക്കും. വലിയൊരു ഭൂരിപക്ഷം കിട്ടത്തില്ല എങ്കിൽ തന്നെയും